പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളിപ്പോൾ 1.5 വർഷമായി മക്കൾക്ക് വേണ്ടി ശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ ഈ ദിവസങ്ങളൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന വലിയൊരു വിഷയമാണ് ഇന്ന് നമ്മൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നത്. അതായത് നമ്മുടെ മക്കളുടെ ദൈവവിളി. പൗലോസ്ലീഹ എഫെസോസ്യർക്കാരുടെ ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വചനം പറയുന്നുണ്ട്, നാം ദൈവത്തിന്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്ക് വേണ്ടി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. നമ്മുടെ മക്കളെ ദൈവമാണ് നമുക്ക് ദാനമായി നൽകിയത്. അപ്പൊ മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്ന കാര്യം, ദൈവം ദാനമായി തന്ന മക്കൾ. 137-ാം സങ്കീർത്തനത്തില് 13 മുതൽ തിരുവചന ഭാഗത്തില് ദാവീദ് പറയുന്നുണ്ട്, എന്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു, അവിടുന്ന് എന്നെ വിസ്മയനീയമായിട്ട് അത്ഭുതകരമായി സൃഷ്ടിച്ചു. അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണ്, എനിക്കത് നന്നായിട്ട് അറിയാം. ദൈവം സൃഷ്ടിച്ചു, ദൈവം കരവേല ചെയ്തു, ദൈവമാണ് മെനഞ്ഞത്. അപ്പൊ നമ്മുടെ അസ്തിത്വം, നമ്മുടെ മക്കളുടെ ജീവൻ, അസ്തിത്വം എല്ലാം ദൈവത്തിന്റെയാണ്. നമ്മൾ നമ്മുടെ മക്കളെ ഈ സത്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി വളർത്തണം. മക്കളെ, നിങ്ങൾ ദൈവത്തിന്റെ കരവേലിയ. മക്കബായന്റെ 2-ാം പുസ്തകത്തില് ഒരമ്മയും 7 മക്കളും എന്നുള്ളൊരു വചന ഭാഗമുണ്ട്. അവിടെ അമ്മ പറയുന്നുണ്ട്, മക്കളെ, രക്തസാക്ഷ്യത്തിന് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി ആ 7 മക്കളും അമ്മയെ നിൽക്കുക. അപ്പൊ അവർ കൊല്ലെടുക്കുന്ന സമയത്ത് ചക്രവർത്തി പലവട്ടം പറഞ്ഞുണ്ട് അമ്മയോട്, മക്കളെ രക്ഷപ്പെടുത്ത്. അപ്പൊ മക്കളോട് അമ്മ പറയാ, എന്റെ പൊന്നു മക്കളെ, നിങ്ങൾക്ക് ശരീരം തന്നത് ആരാണെന്ന് എനിക്കറിയില്ല, ഞാനല്ല. ജീവൻ തന്നത് ഞാനല്ല. എന്റെ ഉദരത്തിൽ നിങ്ങൾ എന്നെ ഉരുവായെന്ന് പോലും എനിക്കറിയില്ല. ഒരമ്മ പോലും അറിയുന്നില്ല ഒരു കുഞ്ഞ് ഉരുവാകണത്. മിക്കവാറും അമ്മമാര് ഒരു കൊച്ചു ഉണ്ടായിട്ട് 1-2 മാസം കഴിഞ്ഞിട്ട് അമ്മ പോലും അറിയുന്ന ഒരു കുഞ്ഞ് അമ്മയുടെ വയറ്റിലുണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മയ്ക്ക് ഈ അമ്മ പറയാ, എനിക്കറിയില്ല മക്കളെ. അതുകൊണ്ട് നിങ്ങൾക്ക് ജീവൻ തന്നത് സർവാധിനാഥനായ കർത്താവാണ്. ആ കർത്താവിന്റെ മക്കളാ. ആ കർത്താവിന് വേണ്ടി നിങ്ങൾ മരിച്ചാൽ ഇതെല്ലാം നൽകിയവൻ നിങ്ങൾക്ക് അതൊക്കെ തിരിച്ചു തരും മക്കളെ. അതുകൊണ്ട് ദൈവത്തെ നിഷേധിക്കരുത്, ദൈവത്തെ ഉപേക്ഷിക്കരുത്. വിശ്വാസത്തിന് വേണ്ടി മരിച്ചോ എന്ന് പറഞ്ഞ് അമ്മ മക്കളെ രക്തസാക്ഷിത്വം എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന് വേണ്ടി, വചനത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി മരിക്കാൻ വേണ്ടി ഒരുക്കുക. ഇതാണ് സത്യം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ കുറിച്ചുള്ള ദൈവിക പദ്ധതി നമ്മൾ ആലോചിക്കണം. ഇന്നെല്ലാവരും തന്നെ ഏതോ ഒരു ലോകാരൂപിക്ക് അടിമപ്പെട്ട് മക്കളെ എങ്ങനെയെങ്കിലും ഈ നാട്ടിൽ നിന്ന് കയറ്റിവിടാനുള്ള ശ്രമ അത് ഏകദേശം തീർന്നു. എല്ലാവരും മക്കള്, നീ പോയില്ലേ, മോള് പോയില്ലേ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാള് പറയണം, ആ ചേട്ടന്റെ പള്ളിപ്പോക്ക് നിർത്തി. കാരണം മോളെ വിദേശത്ത് വിടാൻ വേണ്ടി നോക്കിയിട്ട് നടക്കണില്ല. അപ്പൊ ആൾക്കാർ ചോദ്യ, അപ്പൊ മോള് പോയില്ലേ, പള്ളി ചെന്ന മുഴുവൻ ചോദ്യം, മോള് പോയില്ലേ. ഈ ചോദ്യം കേട്ട് മടുത്തിട്ട് അദ്ദേഹം പറയാ, ഞാൻ പള്ളിപ്പോക്ക് നിർത്തിവെച്ച. കാരണം ഇന്നത്തെ സംസ്കാരം അങ്ങനെ, അവിടെ പോണം, ഇവിടെ പോണം, ഈ കേരളത്തിൽ നിന്ന് കയറ്റിവിടണം. ആ ആൾക്കാർ ഞാൻ വിദേശത്ത് പോയി ജോലി കിട്ടി, പാട്ടം ജോലി, അല്ലെങ്കിൽ പഠിച്ചു, നഴ്സിംഗ് കഴിഞ്ഞു, ജോലി ചെയ്തു, അല്ലെങ്കിൽ ഹോം കെയർ, പല രീതികളിൽ ഇതുമായിട്ട് ബന്ധം. പക്ഷെ ഒരു കാര്യമാണ് മക്കളെ, നമ്മുടെ മക്കളുടെ ദൈവവിളി എന്താ? അച്ഛന്മാരാകാനായിട്ട് ആളുകളില്ല, സിസ്റ്റേഴ്സ് ആകാൻ വേണ്ടി തീരെയില്ല. ഞാൻ പറഞ്ഞു വരിക, ദൈവം എന്തിനു വേണ്ടി നമ്മുടെ മക്കളെ സൃഷ്ടിച്ചു? ദൈവത്തോട് ചോദിക്കണം, മാതാപിതാക്കൾ ചോദിക്കണം, മക്കളും ചോദിക്കണം. ഇന്ന് മക്കൾക്ക് ചോദിക്കാനൊന്നും ഒരവസരം പോലും ഇന്ന് കാരണന്മാരും ഇന്നത്തെ സമൂഹവും കൊടുക്കണില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, മക്കളുടെ ദൈവവിളി. നമുക്ക് നല്ല വൈദികര് വേണ്ടേ, തീക്ഷ്ണമതികളായ വിശുദ്ധരായ കർത്താവിന്റെ വചനം പ്രഘോഷിക്കുന്ന, വിശുദ്ധിയോടെ ബലിയർപ്പിക്കുന്ന, ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന പൗരോഹിത്യങ്ങള് ദൈവം ഈശോ വിളിക്കുന്നുണ്ട്. അനേക മക്കൾ വിളിക്കുന്നുണ്ട്. പക്ഷെ അത് കേൾക്കാനോ പ്രത്യുത്തരിക്കാനോ മക്കൾക്കൊരു സാഹചര്യമില്ലാത്ത
അനുകൂല സാഹചര്യമാത്ത അവസ്ഥകളുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പറയണം, ഇനി കുറച്ചൊക്കെ മാറി ചിന്തിക്കണം. നമ്മുടെ നല്ല മക്കളെ വൈദികരാകാൻ വേണ്ടി വിടണം. അങ്ങനെ വിടുമ്പോ പറഞ്ഞു കൊടുക്കണം ചില കാര്യങ്ങൾ, ഇങ്ങനെയുള്ള പല അപകടങ്ങൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളും ആൺകുട്ടികളും പെൺകുട്ടികളും അവരെ ദൈവം വിളിച്ചൊരു വിളിയുണ്ട്. അതിനെക്കുറിച്ച് പരിശോധിച്ച് ഇനി ദൈവവിളി കിട്ടിക്കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് തെരഞ്ഞെടുക്കുമ്പോഴും പല കാര്യങ്ങൾ ചിന്തിക്കാനും ഒക്കെയുണ്ട്. അതോ ഞാൻ പറഞ്ഞു വരിക, കർത്താവിന്റെ മക്കളുടെ ദൈവത്തിന്റെ വിളി അത് ശരിക്കും നമ്മൾ പരിശോധിക്കും. അതിനുവേണ്ടിയുള്ള ഒരു സാഹചര്യം അനുകൂലമാക്കണമെന്ന്. അതുകൊണ്ട് ധ്യാനങ്ങൾക്കും ദൈവവിളി ക്യാമ്പുകൾക്കും അതോടൊപ്പം തന്നെ മക്കളുടെ ജീവിതാന്തസ് തെരഞ്ഞെടുക്കാനുള്ള ഓരോ കാര്യങ്ങളും പഠനങ്ങളും കോഴ്സുകളും എല്ലാം പിന്നെ നമ്മൾ വീട്ടിൽ പറയണം. നല്ല അച്ഛന്മാര്, നല്ല സിസ്റ്റേഴ്സ്, അതൊക്കെ വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ മക്കളുടെ ദൈവവിളി തിരിച്ചറിയാൻ, നല്ല കുടുംബജീവിതത്തിലേക്ക്, നല്ല എന്താ പറയുക വിശുദ്ധമായ ദാമ്പത്യ ജീവിതങ്ങളിലേക്ക്, മക്കൾക്ക് ജന്മം കൊടുക്കുന്ന, വിവാഹം കഴിച്ച് മക്കൾക്ക് ജന്മം കൊടുക്കുന്ന ദൈവവിളി. അനേക മക്കൾക്ക് കല്യാണമേ വേണ്ട, ദൈവത്തിന്റെ വിളിയെ മറന്നു ജീവിക്കുന്ന മക്കൾ ഇനി വൈദികരാകാന്റെ വിളി ദൈവം വിളിക്കുന്നുണ്ട്. അത് തിരിച്ചറിയണം. കന്യാസിമാരി ആകാനൊക്കെ ദൈവം വിളിക്കുന്നുണ്ട്. അതൊക്കെ തിരിച്ചറിയണമെങ്കിൽ ആ ഒരു സാഹചര്യം, ഒരു അന്തരീക്ഷം നമുക്കുണ്ടാവണം. അല്ലാണ്ട് ഒരു സംസ്കാരത്തില് എല്ലാവരും +2 കഴിഞ്ഞ് ലോൺ എടുത്ത് ദേശത്ത് പോകണം, അത് പഠിക്കണം, ഇത് പഠിക്കണം, ഇതേ പഠിക്കാവൂ, മക്കളെ പ്രഷർ ചെയ്യരുത്. Let them be free. അവർ തീരുമാനിക്കട്ടെ, അവർ സപ്പോർട്ട് ചെയ്യട്ടെ. ഞാൻ കുറച്ചു പേരെയും കണ്ടിട്ടുണ്ട്, അച്ഛാ എൻ്റെ മോൻ അച്ഛനാവണം, എനിക്ക് ഭയങ്കര ആഗ്രഹം, അച്ഛൻ പ്രാർത്ഥിക്കണം. ഞാൻ പറയും, മക്കളെ അച്ഛനാവുന്നതും നല്ലതാ, കർത്താവ് വിളിക്കുന്നുണ്ടെങ്കിൽ മാത്രം. അതുകൊണ്ട് ഇന്ന് നമ്മൾ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇനി അച്ഛനെ പറയാനുള്ളത്, നിങ്ങളുടെ ഏതെങ്കിലും മക്കൾക്ക് വൈദികരാകാനുള്ള താല്പര്യമുണ്ടെങ്കിൽ കർത്താവിന്റെ സന്നദ്ധിയിൽ, വചനത്തിന്റെ ശക്തിയില്, വിശുദ്ധമായ ജീവിതത്തില്, കൃപാ ജീവിതത്തില്, ദൈവൈക്യ ജീവിതത്തില് കൃപയുടെ ഉപകരണങ്ങളാക്കി അനേക മക്കൾക്ക് കർത്താവിന്റെ കൃപയും ശക്തിയും പകർന്നു കൊടുക്കുന്ന ഈ കാലഘട്ടത്തിന്റെ അഭിഷിക്തരാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവനെ പ്രൊമോട്ട് ചെയ്യണം. ഇതിനു വേണ്ടി ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. മാതാപിതാക്കൾ പറയണം, മോനെ അങ്ങനെ വിളിയുണ്ടെങ്കിലോ ഈ ലോകത്തിലെ അനുഗ്രഹിക്കപ്പെട്ട വിളിയാണ്, കർത്താവിന്റെ കൃപയുടെ ഉപകരണമാക്കി തീരാനുള്ള ഒരു പൗരോഹിത്യ സന്യാസ ജീവിതത്തിലേക്കുള്ള വിളി, അത് ജീവിക്കണം. അതിനുള്ള ചലഞ്ച് കൂടി പറഞ്ഞു കൊടുക്കണം. കാരണം അതുകൊണ്ട് മറ്റുള്ള അച്ഛന്മാരെ കണ്ടൊന്നും ആരും വരരുത്. കർത്താവിനെ കണ്ട് സത്യമായ പൗരോഹിത്യം അറിഞ്ഞ് അതിനുവേണ്ടി ചിലതിനോടൊക്കെ നേരിട്ട് എതിരിട്ട് ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നേക്കാം. അങ്ങനെയുള്ള ദൈവവിളി നമ്മൾ പറഞ്ഞു കൊടുക്കണം, പ്രോത്സാഹിപ്പിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഇനി ആർക്കെങ്കിലും നല്ല അച്ഛനാകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഓസ്കോ ചെന്ന് കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ഡയറക്റ്റീവ്സൊക്കെ ഞാൻ പറഞ്ഞുതരാം. എവിടെ പോകണം, എന്തൊക്കെ ചോദിക്കണം, സഭ എങ്ങനെ തിരഞ്ഞെടുക്കണം, അച്ഛന്മാരുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ എന്തെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം സെമിനാരിൽ ചെന്ന് ചേരാൻ, എങ്ങനെ നിൽക്കണം, ഇതൊക്കെ അച്ഛൻ അനുഭവത്തിൽ നിന്ന് മക്കൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞു വരിക, പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ കൃപ നിറഞ്ഞ നല്ല ദൈവവിളിയാൽ നിറയപ്പെട്ട് അതിനുവേണ്ടി സമർപ്പിക്കപ്പെട്ട അഭിഷിക്തരെ നമുക്ക് കൂടിയേ തീരൂ. സന്യസ്തരെയും കന്യാസിമാരെയും കൂടിയേ തീരൂ. പ്രാർത്ഥിക്കുന്ന, ദൈവത്തോട് ചേർന്ന് നമ്മുടെ വിഷയം ദൈവകൃപയിലും ദൈവൈക്യത്തിലും കത്തിച്ചൊളിച്ചു നിൽക്കുന്ന വൈദികരെയും സന്യസ്തരെയും നമ്മുടെ സഭയ്ക്കുന്ന ആവശ്യം, ലോകത്തിന് ആവശ്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവൻ മക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ വിവാഹ ജീവിതത്തിലേക്ക് ദൈവവിളി സ്വീകരിച്ച മക്കള് സമയത്ത് വിവാഹം കഴിക്കണം, മക്കളുണ്ടാവണം. ഇതിനൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഏത് ജോലിയിലേക്കാണോ, ഏത് മേഖലയിലേക്കാണോ, ബിസിനസ്സിലേക്കാണോ ദൈവം നമ്മളെ വിളിക്കുന്ന, നമ്മുടെ മക്കളെ വിളിക്കുന്ന ആ മേഖലകൾ തുറക്കപ്പെടാനൊക്കെ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. നല്ല വൈദികർ, നല്ല സന്യസ്തർ നമ്മുടെ കാലഘട്ടത്തിന് ആവശ്യമാണ്. ദൈവകൃപയുടെ ഉപകരണങ്ങളായിട്ട് മാറി ദൈവൈക്യത്തിൽ നിന്ന് ദൈവത്തിന്റെ ശക്തി പ്രകടമാക്കുന്ന വൈദികർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളും അവരിലൊക്കെ ഒരുവനായിട്ട് മാറട്ടെ. അതിനുവേണ്ടി ആഗ്രഹിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, ഇന്ന് അങ്ങ് ഞങ്ങൾക്ക് നൽകിയ സന്ദേശത്തിലൂടെ ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് ഒരുക്കിയിരിക്കുന്ന ജീവിതം, അങ്ങ് വിളിക്കുന്ന വിളി, അത് തിരിച്ചറിഞ്ഞ് ഞങ്ങളുടെ മക്കൾക്ക് ജീവിക്കാൻ ഇടയാകണം. കർത്താവേ, എല്ലാ മാതാപിതാക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് എന്തിനു വേണ്ടി അങ്ങയുടെ മക്കളെ കരവേല ചെയ്തോ, നാം ചെയ്യാൻ വേണ്ടി അങ്ങ് മുൻകൂട്ടി ഒരുക്കിയ ചില സൽപ്രവർത്തികൾക്ക് വേണ്ടിയാണല്ലോ അങ്ങയുടെ മക്കളെ അങ്ങയിൽ തന്നെ അങ്ങ് ജീവിക്കാൻ അനുവദിച്ചത്. കർത്താവെ, അങ്ങയുടെ എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ഈ മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളെ കുറിച്ചുള്ള ദൈവിക പദ്ധതി കർത്താവെ, അത് വെളിപ്പെട്ട് കിട്ടാൻ അങ്ങയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരാക്കി ഇവരെ മാറ്റണമേ. മാതാപിതാക്കളുടെ ഇഷ്ടങ്ങളോ സ്വപ്നങ്ങളോ അല്ലെങ്കിൽ നാട്ടുകാര് പറയുന്ന കാര്യങ്ങളോ ഇടവക്കാര് പറയുന്ന കാര്യങ്ങളോ ലോകത്തിൽ സംഭവിക്കുന്ന പോലെയോ മറ്റുള്ള മക്കളെ പോലെയോ ഒന്നുമല്ല ഞങ്ങളുടെ മക്കൾ വളരേണ്ടത്. അങ്ങയുടെ മനസ്സറിഞ്ഞ് അങ്ങയുടെ വിളി അറിഞ്ഞ് അതിനുവേണ്ടി ജീവിക്കണം. ഈശോ, അതിനുവേണ്ടി ഞങ്ങളെല്ലാ മക്കളെയും തിരു മുമ്പിലേക്ക് സമർപ്പിക്കുന്നു. ഈ മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനേക മാതാപിതാക്കള് മക്കൾ പഠിക്കണം, വിദേശത്ത് പോകണം, പരീക്ഷ പാസ്സാകണം, ജോലി കിട്ടണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോ മക്കളുടെ ദൈവവിളി തിരിച്ചറിയാൻ വേണ്ടി പ്രാർത്ഥിച്ച് അതിനുവേണ്ടി മക്കളെ ഒരുക്കി കുടുംബജീവിതത്തിലേക്ക്, വൈദിക ജീവിതത്തിലേക്ക്, സമർപ്പണ ജീവിതത്തിലേക്ക്, കർത്താവേ, ജോലിയിലേക്ക്, പഠനത്തിലേക്ക്, വിദേശത്തേക്ക്, എങ്ങോട്ടാണോ അങ്ങ് ആഗ്രഹിക്കുന്നത്, അങ്ങ് വിളിക്കുന്നത്, ആ ഇടത്തേക്ക്, ആ വിളിയിലേക്ക് ഒരുക്കി വിടാൻ കർത്താവേ എല്ലാ മാതാപിതാക്കൾക്കും ഇടയാകട്ടെ. ഞങ്ങളുടെ മക്കളെ അങ്ങയുടെ വിളി കേൾക്കാനുള്ള വലിയ കൃപ നൽകി അനുഗ്രഹിക്കണമേ. സാമുവേലിനെ പോലെ ഇതാ ദാസൻ ശ്രവിക്കുന്നു എന്ന് പറയാൻ ഞങ്ങളുടെ മക്കൾക്ക് ഇടയാകത്തക്ക വിധം അങ്ങയുമായി ആഴമായ ബന്ധം കർത്താവെ ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ. നല്ല വൈദികർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, നല്ല സമർപ്പിതർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മനസ്സറിഞ്ഞ്, അങ്ങയുടെ കൃപയാൽ നിറഞ്ഞ്, അങ്ങയുടെ ശക്തിയാൽ നിറഞ്ഞ്, അങ്ങയോട് ഐക്യപ്പെട്ട് ജീവിക്കുന്ന അനേക വൈദികർക്ക് വേണ്ടി, സമർപ്പിതർക്ക് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളിൽ നിന്ന് വൈദിക ജീവിതത്തിലേക്കും സമർപ്പണ ജീവിതത്തിലേക്കും ഉന്നതമായ ദൈവവിളികൾ ഉണ്ടാകട്ടെ. ഉന്നതമായ കുടുംബജീവിതത്തിലേക്കുള്ള വിളികൾ ഉണ്ടാകട്ടെ. ജീവിതാന്തസ് തിരഞ്ഞെടുത്ത് ദൈവവിളിക്കനുസരിച്ച് തീരുമാനമെടുക്കാൻ ഞങ്ങളുടെ മക്കൾക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനുവേണ്ട അഭിഷേകവും കർത്താവിന്റെ പ്രകാശവും ദൈവിക ജ്ഞാനവും ധൈര്യവും ശക്തിയും എല്ലാം നമ്മുടെ മക്കൾക്ക്, നമുക്കും വേണം, നമ്മുടെ കുടുംബങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ കൃപകളും വരങ്ങളും ചൊരിഞ്ഞ് ഞങ്ങളുടെ മക്കളുടെ ജീവിതാന്തസ് തിരഞ്ഞെടുക്കാൻ ദൈവവിളി ആവേ ഞങ്ങളുടെ മക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് മക്കളെ സമർപ്പിച്ച് സ്തുതിച്ച മക്കളെ, ഹല്ലേലൂയ യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.